ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മോഹൻലാലിൻ്റെ സിനിമകളിൽ എം.ജി. ശ്രീകുമാർ പാടിയ ചില പാട്ടുകൾ, രാഗ ബേസ്ഡ് പാട്ടുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മോഹൻലാലും എം.ജി. ശ്രീകുമാറും ഒക്കെ ചേർന്നാലുള്ള കൂട്ടുകെട്ടുകളും സിനിമകളുടെ വിജയങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. അവയിലെ ഹിറ്റ് പാട്ടുകളെ പറ്റിയും പ്രത്യേകിച്ച് തന്നെ പറയേണ്ട കാര്യമില്ല. എങ്കിലും ചില രാഗങ്ങളെ ബേസ് ചെയ്തുള്ള പാട്ടുകളെപ്പറ്റി, ചില സിനിമകളിലെ പാട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ, മോഹൻലാലിൻ്റെ മാസ്റ്റർ പീസ് സിനിമ എന്ന് പറയപ്പെടുന്ന ചിത്രം സിനിമയിലെ 2 ശാസ്ത്രീയ സംഗീത കർണാട്ടിക് ഗാനങ്ങൾ. അവ എം.ജി. ശ്രീകുമാർ വളരെ മനോഹരമായി ആലപിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ടോപ്പിലേക്ക് പ്രശസ്തനാവുകയാണ് ചെയ്തത്. ആ ഗാനങ്ങൾ ഒന്ന് ത്യാഗരാജഗുരുവിൻ്റെ നഗുമോ ഓ മൂകണല്, അത് ആഭേരി എന്ന് പറയുന്ന രാഗത്തിലാണ്. നഗുമോ ഓ മൂകണലെ നീനാചാലി തെളിസി നനു ബ്രോവരാഗാന ശ്രീ രഘുവര നീ നഗുമോ. ഇത് ആഭേരി എന്ന് പറയുന്ന രാഗത്തിലുള്ള കീർത്തനമാണ്. മറ്റൊന്ന് മുത്തുസ്വാമി ദീക്ഷിതരുടെ നാട്ടൈ എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു കീർത്തനം. സ്വാമിനാഥ പരിപാലയാം ശുമാം സ്വപ്രകാശ മല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമിനാഥ പരിപാലയാം ശുമാം. ഇത് നാട്ടെ എന്ന് പറയുന്ന രാഗത്തിലുള്ള ദീക്ഷിതർ കീർത്തനം. അത് അതേപടി സിനിമയിൽ 2 കീർത്തനങ്ങളും ഉപയോഗിച്ചിരിക്കുന്നതാണ്. മറ്റൊന്ന് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലെ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ഇരട്ട സംഗീത സംവിധായകർ കടന്നു വന്ന സിനിമ കൂടി. ഇതും വളരെ വിജയകരമായൊരു ചിത്രമാണ്, വിജയിച്ച സിനിമയാണ്. പ്രിയദർശനാണ് ഇതിൻ്റെ സംവിധാനം, ചിത്രവും പ്രിയദർശനാണ്. അപ്പോൾ മൂവരുടെയും കൂട്ടുകെട്ട് എന്നുകൂടി പറയാം. ഇതിലെ വലജി എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു നല്ല ഒരു പാട്ടുണ്ട്. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. ഈ ഗാനം വലജി എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നായ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാം, ദേവാസുരം. അതിൽ എം.ജി. ശ്രീകുമാറിൻ്റെ ചേട്ടൻ തന്നെയാണ്, അതായത് സഹോദരനാണ് അതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്, എം.ജി. രാധാകൃഷ്ണൻ. ചെഞ്ചുരുട്ടി എന്ന് പറയുന്ന രാഗത്തിൽ വളരെ അപൂർവമായുള്ള ഒരു രാഗമാണ്. അത് അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ല, കുറച്ച് പാട്ടുകളേ ഉള്ളൂ. ആ രാഗത്തിലുള്ള സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഈ ദേവാസുരം സിനിമയും അന്നത്തെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ്. ഇപ്പോഴും അത് ഹിറ്റ് സിനിമയായിട്ട് തന്നെ നമുക്ക് കാണാം. മറ്റൊന്ന് കിലുക്കം എന്ന സിനിമയിലെ കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ ചാഞ്ചക്കം ചാഞ്ചക്കം. ഇത് നീലാംബരി എന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വമ്പൻ ഹിറ്റുകളിൽ തന്നെ ഒന്നായ ഹിസ് ഹൈനസ് അബ്ദുള്ള. ഇതിൽ കാനഡ എന്ന് പറയുന്ന രാഗത്തിൽ
അതായത് നമ്മുടെ അലൈപ്പായത് കണ്ണ എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തിൻ്റെ രാഗമാണത്. ആ രാഗത്തിൽ ഉള്ള ഒരു കീർത്തനം, അല്ല സിനിമാ ഗാനം എം.ജി. ശ്രീകുമാർ പാടിയിട്ടുണ്ട്. നാദരൂപിണി ശങ്കരി പാഹിമ പാഹിമ ശ്രുതിമധുരതര നാദരൂപിണി ശങ്കരി പാഹിമ. ഈ ഗാനം കാനഡ എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഹിന്ദുസ്ഥാനിയായ അതിൻ്റെ തുല്യമായ ദർബാരി കാനഡയുടെ സ്വരങ്ങളും ചില ഈണങ്ങളൊക്കെ കടന്നു വരും. എങ്കിലും കാനഡ എന്ന് പറയുന്ന രാഗത്തിലാണ് ഈ പാട്ട് ഹിസ്കനസ് അബ്ദുള്ളയിലെ ഈ ഗാനം സംഗീതം ചെയ്തിരിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്ററാണ് ആ സിനിമയിലെ ഗാനങ്ങളെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് രവീന്ദ്രൻ മാസ്റ്റർ. അപ്പോൾ മോഹൻലാലിൻ്റെ മികച്ച സിനിമകൾ, ഗാനങ്ങൾ, എം.ജി. ശ്രീകുമാറിൻ്റെ മികച്ച പാട്ടുകൾ, ഇരുവരുടെയും കൂട്ടുകെട്ടുകൾ, പാട്ടിൻ്റെ രാജകുമാരനായ മോഹൻലാലിൻ്റെ ചില പാട്ടുകൾ, അതിനെപ്പറ്റി പറയാൻ ഈ വീഡിയോ ചെയ്തു. ഓക്കെ, നിർത്തുന്നു.